ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെ സാംസങ്ങിൻ്റെ ഫോണ് സോഫ്റ്റ്വെയർ ചെയ്യാൻ നോക്കാം. അതിന് നമുക്ക് ഒരു ഫ്ലാഷ് ഫയൽ വേണം. അതിന് നമ്മൾ ഗൂഗിളിൽ കയറി ഫോണിൻ്റെ മോഡൽ നമ്പർ അടിച്ചു കൊടുത്ത് നമുക്ക് ഫ്ലാഷ് ഫയൽ എടുക്കാം. അങ്ങനെ നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈറ്റിലോട്ട് കയറാൻ പറ്റും. അതിനകത്ത് നമ്മൾ സെർച്ച് ചെയ്ത നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഫോൺ ഏത് കൺട്രിയാണോ ആ കൺട്രി ബേസ് ചെയ്തുകൊണ്ട് വേണം സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ. ഞാനിവിടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നത് ഇന്ത്യയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന ഫോൺ ഏതാണോ അത് നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നോക്കുക. നമുക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒഡിൻ എന്ന് പറയുന്നൊരു ടൂളുണ്ട്, ഫ്ലാഷ് ടൂൾ. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അത് നമുക്ക് ഈ സൈറ്റിൽ നിന്ന് തന്നെ ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഓരോ വേർഷൻ. അപ്പോൾ ഫുൾ ഫയൽ എന്നുള്ളത് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഏറ്റവും പുതിയത് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അതിനാണ് ഏറ്റവും ടോപ്പിൽ നിന്ന് ഞാൻ എടുക്കുന്നത്. അവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മൾ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡിങ്ങിനുള്ള ഒരു ഭാഗം കാണിക്കും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് 833 MB ആണ് ഈ ഫോണിൻ്റെ ഫയൽ. ഓരോ ഫോണിനും ഓരോ സൈസാണ് ഫയലിന്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫയൽ ഡൗൺലോഡായി. ഇനി നമുക്ക് ആ ഫയൽ നേരെ എങ്ങോട്ടാണ് കയറിയിരിക്കുന്നത് അവിടുന്ന് നമുക്ക് ഈ ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വേറൊരു ഫോൾഡറിലോട്ട് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് വേറൊരു ഫോൾഡറിലോട്ട് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ആ ഫോൾഡറിലോട്ട് തന്നെ സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫയൽ എക്സ്ട്രാക്റ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നേരെ നമ്മൾ സെലക്ട് ചെയ്ത ഫയലിലോട്ട് തന്നെ വരും. അപ്പോൾ നമുക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ ആ ഫോൾഡറിൻ്റെ അകത്ത് നമുക്ക് കാണാം ഈ വൈറ്റ് കളറിൽ കിടക്കുന്നതാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തത്. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിൻ്റെ തൊട്ട് താഴെ ഒഡിൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അതപ്പോൾ നമുക്ക് അത് ഓപ്പൺ ചെയ്യണം ആദ്യം തന്നെ. അങ്ങനെ നമ്മുടെ ഒഡിൻ സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഒഡിൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു 3-4 പാർട്ടീഷൻ ചെയ്യാനുള്ള ഭാഗം നമുക്ക് കാണാം. അതിൻ്റെ അകത്തുനിന്ന് AP എന്ന് പറയുന്ന ഫയൽ നമുക്ക് ഇച്ചിരി താമസമാണ് ഇതിലോട്ടാകാൻ. അത് നമുക്ക് ഇതിലോട്ടാക്കാം. ഏതൊക്കെ ഫയൽ നമുക്ക് പാർട്ടീഷൻ ചെയ്യണോ അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ പാർട്ടീഷൻ ചെയ്യേണ്ട ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്തിടുക. അങ്ങനെ നമ്മൾ ഓരോ ഫയലും നമ്മളെടുത്ത് പാർട്ടീഷൻ ചെയ്യേണ്ട കൃത്യമായ സ്ഥലത്ത് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൺ ഡൗൺലോഡ് മോഡാക്കണം. അതിനുവേണ്ടി നമ്മുടെ ഇരിക്കുന്ന ഫോൺ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് മോഡാക്കാൻ വേണ്ടി ഫോണിൻ്റെ വോളിയം കൂട്ടുന്നതും കുറയ്ക്കുന്ന ബട്ടണിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റ കേബിൾ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ വാണിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ വരും. അങ്ങനെ നമ്മൾ വാണിംഗ് മോഡിലോട്ട് വന്നു. ഈ മോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫോണിൻ്റെ വോളിയം കൂട്ടുന്ന ബട്ടണിൽ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ ഡൗൺലോഡിങ് മോഡാവും. ഈ ഡൗൺലോഡിങ് മോഡിലിട്ടാണ് നമ്മൾ ഈ ഫോൺ ഫ്ലാഷ് ചെയ്യാൻ പോകുന്നത്. ഈ ഡൗൺലോഡിങ് മോഡിനകത്ത് നമുക്ക് ഈ ഫോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഫോൺ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് ആയല്ലോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടണുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ സോഫ്റ്റ്വെയർ നമുക്ക് ലോഡാകുന്നതായിട്ട് മുകളിൽ കാണിക്കും. ചില സമയത്ത് നമുക്ക് ഈ സോഫ്റ്റ്വെയർ ലോഡാകുന്നതായിട്ട് കാണത്തില്ല, പകുതി വെച്ച് നിന്ന് പോകുന്നതായിട്ട് കാണാം. ആ സമയത്ത് നമുക്ക് വേറെ വേർഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയർ ഫോണിലോട്ട് കയറുന്നതായിട്ട് നമുക്ക് കാണാം. ഇതുപോലെ ഒരു ബാറായിട്ടാണ് കാണിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് കയറാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം.
സാംസങ്ങിൻ്റെ എല്ലാ ഫോണും ഡൗൺലോഡ് മോഡിൽ ഇടണമെങ്കിൽ ഇതുപോലെ ഡാറ്റ കേബിൾ കണക്ട് ചെയ്യണമെന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് വോളിയം ബട്ടണിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ. ചില മോഡലിൽ മാത്രം നമുക്ക് ഡാറ്റ കേബിൾ കണക്ട് ചെയ്താൽ മാത്രമേ ഡൗൺലോഡിംഗ് മോഡ് കാണിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇനി വരുന്ന വീഡിയോയിലൊക്കെ നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന്. ഒരു കാരണവശാലും ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡാറ്റ കേബിൾ വലിച്ചു ഊരുകയൊന്നും ചെയ്യരുത്. അത് പിന്നീട് വേറെ കംപ്ലൈൻ്റ് ആയിട്ട് മാറും. അപ്പം അങ്ങനെ സ്റ്റക്കാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റക്ക് എങ്ങനെ മാറ്റാമെന്നുള്ളതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോ കാണിച്ചു തരുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫ്ലാഷിങ് ഏകദേശം തീരാറായി. ആ ഗ്രീൻ ബാർ കാണുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ അവിടെ പാസ് എന്ന് പറഞ്ഞൊരു ഗ്രീൻ കളർ കാണിക്കും. എന്നാലേ ഉള്ളൂ നമ്മുടെ ഫോണിലൊരു സോഫ്റ്റ്വെയർ കയറി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ഫോണൊന്ന് റീസ്റ്റാർട്ട് ആവും. ഫോൺ ഓണായി വരുമ്പം തന്നെ നമുക്ക് ഇതുപോലെ സ്ക്രീനിൽ കാണാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പഴയ ഡാറ്റ എല്ലാം ഇറേസ് ആയി പോകുന്നതാണ്. നമ്മുടെ ഫോൺ ലോഡായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ സെറ്റിങ്സ് എല്ലാം ചെയ്ത് നമുക്ക് ഫോൺ പഴയപടി തന്നെ ആക്കാം. ഇനി നമ്മുടെ ചാനലിൽ ഓപ്പോ, വിവോ അങ്ങനെയുള്ള കമ്പനികളുടെ ഫോൺ എങ്ങനെ സോഫ്റ്റ്വെയർ ചെയ്യാമെന്നുള്ള നമ്മൾ കാണിച്ചു തരുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫോൺ സോഫ്റ്റ്വെയർ ചെയ്തു. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സെറ്റിങ്സ് എല്ലാം ചെയ്ത് ഫോൺ പഴയപടിയാക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയി നമ്മൾ ഇനിയും വരുന്നതാണ്.